എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന NH ആണ് ഈ കാണുന്നത്. ഇത് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവർക്കും ഗുണത്തിന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടോ, പാലം വരികയാണ് ഇവിടുത്തെ. ആ കാണുന്ന അവിടെ പാലം പണി നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ബ്ലോക്ക് ഇവിടെ. എല്ലാ നാഷണൽ പെർമിറ്റ് വണ്ടികളും അതുപോലെ തന്നെ കാറുകളും ബസ്സുകളും KSRTC ഒക്കെ പോകുന്നത് ഇതിലാണ്. അപ്പോൾ ഇത്രയും ബ്ലോക്ക് ഉണ്ടായിട്ട് ഇതാ ഇനിയിപ്പോ അതിന്റെ അപ്പുറത്ത് കൂടി ബ്ലോക്ക് കാണിച്ചു കേട്ടതാ. നോക്കി കാണണ്ട കണ്ടാ, 1.5 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ, പകലല്ല കേട്ടോ, രാത്രിയിൽ ഞങ്ങൾ പെട്ടത്. 1.5 മണിക്കൂർ ഈ 2-3 പാലത്തിന്റെ പണി നടക്കുന്നിടത്ത് ഞങ്ങൾ വന്ന് പെട്ടത്. 1.5 മണിക്കൂർ വളരെ സ്ലോയിലാണ് മൂവിങ്. കണ്ടാ, ഇതാണ് അവസ്ഥ. അതാ നാഷണൽ പെർമിറ്റ് വണ്ടികൾ MH രജിസ്ട്രേഷൻ ആയിട്ട് പറയണം. MH എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് KL ആണ്. പിന്നെ അതുപോലെ ഇത്രയും വലിയ വണ്ടികളാണ് ഇതിൽ പോകുന്നത് എപ്പോഴും. അതുപോലെ തന്നെ KSRTCയും കാറുകളൊക്കെ പോകുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവര് ഇതിനെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണ്ടേ? ഇനിയിപ്പോ സംവിധാനം ഇല്ല, ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ജനങ്ങളെ, ഡ്രൈവ് ചെയ്യുന്നവരെല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാണ് ഇവിടെ റോഡ് പണിയുന്നത്. പക്ഷേ ഇതൊക്കെ സഹിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് 1.5 മണിക്കൂറൊക്കെ നമ്മള് ബ്ലോക്കിൽ പെട്ട് ചെല്ലുമ്പോൾ കാണാം പാലിയേക്കര ടോള്. ഈ പാലിയേക്കര ടോള് ഇപ്പോഴെങ്കിലും ഒന്ന് നിർത്തി വെച്ചൂടെ? സർക്കാരിനോടാണ് എന്റെ ചോദ്യം. ഈ നാഷണൽ ഹൈവേയിലുള്ള പാലിയേക്കര ടോള് ഈ പണി തീരുന്നത് വരെയെങ്കിലും, അതായത് ഈ പാലത്തിന്റെ പണി തീർന്ന് ജനങ്ങൾക്ക് സുഖപ്രദമായ ഒരു ഡ്രൈവിങ് ആകുന്നത് വരെയെങ്കിലും ഇതാ പണി നടക്കുന്നുണ്ട്. ഓക്കെ, പണി നടക്കട്ടെ. ഇപ്പൊ മഴയത്തൊക്കെ നിർത്തി വെച്ചേക്കുണ്ടോ, കണ്ട. അപ്പൊ ഇനിയിപ്പോ ഈ പാലത്തിന്റെ പണി തീരുന്നത് വരെ ഇതാണ് അവസ്ഥ. ഈ ബ്ലോക്ക് ഇതാണ് മൂവിങ്, കണ്ടില്ലേ? എത്ര സ്പീഡാ നോക്കട്ടെ. എവിടെ 10 ഉണ്ടാ? 10 ഒന്നും അല്ല, അത് 5 ഒക്കെയാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ജനങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുക. ഈ ടോളൊന്ന് നിർത്തലാക്കാൻ പറ, അല്ലാണ്ട് നടക്കൊന്നുമില്ല. ഇതെല്ലാവരും പ്രതികരിക്കണം. ശരിക്കും എല്ലാവരും ഇതുപോലെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ശരിക്കും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് സർക്കാരിലേക്ക് എത്തും. ഇനിയിപ്പോ ഇത് നമ്മുടെ എന്താണ് പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിയും കാണുന്നതൊക്കെ. ഞങ്ങളുടെ കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. കേരളത്തിൽ ഇതാണ്, കൊല ചെയ്യണ ആളുകളെ, വണ്ടി ഓടിക്കുന്നവരെ പിഴിയ. പോലീസുകാര് ഒളിഞ്ഞു നിന്നിട്ട് വേറെ കൊള്ളടിക്കുന്നുണ്ട്, അത് വേറെ. അപ്പോ ഇതിലൊക്കെ ഒരു മാറ്റം വേണം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഒരു പിഴ അടക്കി എന്നതിലൊക്കെ ആവട്ടെ. ഇത് ഒളിഞ്ഞു നിന്ന് ഹെൽമെറ്റ് വേട്ട ഇപ്പോഴും ഉണ്ട്. ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ് എറണാകുളം ഭാഗത്ത്.